ഹലോ ഗൈസ്, നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി പുത്തൻ മഹാലക്ഷ്മിയോ, കലിയടക്കാനാകാതെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ അവിടെ നിന്നും അനന്തുവിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടിരുന്നത്. ഇനി ആ ഒരു പഴയ ലക്ഷ്മി നമുക്ക് ഇനി കാണുവാനേ സാധിക്കില്ല. ഇനി ഒരു പുത്തൻ ലക്ഷ്മി തന്നെ ആയിരിക്കും നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, ഈ ഇക്കാര്യം തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം വേണമായിരുന്നോ കണ്ണേട്ട? കണ്ണേട്ടന് പോലും എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് നമ്മുടെ മഹാലക്ഷ്മി അവിടെ നിന്നും പടിയിറങ്ങുന്നത്. അപ്പൊ എന്തായാലും കണ്ണനോടുള്ള ഇത്രോ നാളത്തെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ മഹാലക്ഷ്മിക്ക് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ? അപ്പൊ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത്? ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യ രാത്രി നമ്മുടെ മഹാലക്ഷ്മിയുടെ മുറിയിൽ നിന്നും ഒരാളെ പിടികൂടിയപ്പോൾ നമ്മുടെ കണ്ണന്റെ പ്രതികരണം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ മഹാലക്ഷ്മിനെയും കൊണ്ട് ജ്വല്ലറിയിൽ പോയിട്ട് ഒരു നെക്ലസ് ഒക്കെ മേടിച്ചു കൊടുത്ത സങ്കടമൊക്കെ മാറ്റി തിരികെ കൊണ്ടുവന്നത്. ഇത്തവണയും ആദ്യം ഒരു നാടകം കളി, പിന്നീട് ആ ഒരു ശിക്ഷ വിധിക്കലായി പോയി അല്ലെ പ്രേക്ഷകർ. അപ്പൊ ഇത്തവണത്തെയും കൂടി ആ ഒരു നാടകം കളി ആയപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി തീരെ താങ്ങാനാവാത്ത ഒരവസ്ഥ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അല്ലെ? എന്തായാലും കാത്തിരുന്നേനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.